നമസ്തേ. ശ്രീഭദ്ര വാസ്തു ജ്യോതിഷം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ പറയുന്നത് അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവരെ കുറിച്ചാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ ഈശ്വരവിശ്വാസികളും ശുഭാപ്തി വിശ്വാസമുള്ളവരുമാണ്. തികച്ചും ശുദ്ധഗതിക്കാരാണിവർ. എന്തും വരട്ടെ എന്നുള്ള ഇവരുടെ ഒരു പ്രകൃതം ഇവർക്ക് ജീവിതത്തിൽ സാരമായ മാറ്റങ്ങൾ വരാനിടയാക്കും. അപ്രതീക്ഷിതങ്ങളായ പലവിധ പരിവർത്തനങ്ങളോടും മല്ലിട്ടു ജീവിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ. അച്ചടക്കത്തോടുകൂടി തന്നെ ഏതൊരു പ്രവൃത്തിയും ചെയ്യുവാനുള്ള സാമർഥ്യം ഈ നാളുകാരുടെ ഒരു പ്രത്യേകതയാണ്. ജീവിതത്തിൽ ഇവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ തന്നെ ഇവരെ വിഷാദാത്മകമായ പ്രകൃതക്കാരാക്കി മാറ്റാറുണ്ട്. നിരവധി പ്രശ്നങ്ങൾ ഇവർക്ക് വന്നു ഭവിക്കാറുണ്ട്. ഒരു പ്രശ്നം വന്നാൽ തന്നെയും അതിനെക്കുറിച്ച് തന്നെ ആവർത്തിച്ചു ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യും. ഇവർ വലിയ വൈരാഗ്യ ബുദ്ധികളായിരിക്കും. സന്ദർഭം കിട്ടുമ്പോഴൊക്കെ അതിന് പ്രതികാരം ചെയ്തുകൊണ്ട് തൃപ്തിയടയുന്നവരായിരിക്കും. ഏത് കാര്യത്തിനും എത്ര ബുദ്ധിമുട്ടുണ്ടായാലും അതിനു വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കും. ഇങ്ങനെയൊക്കെയാണെങ്കിലും അവസാനം അതിനൊരു തടസ്സം വന്നു ചേരും. അതുകൊണ്ട് തന്നെ ഇവർ ഒരു അനുഭവദോഷി എന്ന വിശേഷണത്തിന് ഇരയാകും. എന്നാൽ ഒരു കാര്യത്തിലും പിന്തിരിയുന്നവരല്ല. ചുരുക്കി പറഞ്ഞാൽ കഠിന പ്രയത്നികളായിരിക്കും. എങ്കിലും അപൂർവമായിട്ടേ ഇവർ ഫലപ്രാപ്തിയിൽ എത്തിച്ചേരാറുള്ളൂ. ഔദ്യോഗിക രംഗത്തായാലും ബിസിനസ് രംഗത്തായാലും ഇവർ വളരെയധികം ശോഭിക്കും. അധികാരികളുടെ പ്രീതിയും മതിപ്പും ഇവർ നേടിയെടുക്കും. കുടുംബാംഗങ്ങളെ കൊണ്ട് കാര്യമായ ഗുണാനുഭവങ്ങളൊന്നും തന്നെ ഇവർക്ക് ലഭിക്കാറില്ല. ആരോടും ഇവർക്ക് ദീർഘകാല സൗഹൃദം വച്ചു പുലർത്താൻ കഴിയില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. സ്വതന്ത്രമായ ഒരു ജീവിത ശൈലി തന്നെയായിരിക്കും ഇവർക്കുള്ളത്. അനാവശ്യമായ മത്സരങ്ങളിൽ പങ്കെടുക്കുക, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക, അപകടകരമായ പ്രവൃത്തികളിൽ ഏർപ്പെടുക, ഇവയിൽ നിന്നെല്ലാം ഇവർ ഒഴിഞ്ഞു നിൽക്കുന്നത് നല്ലതായിരിക്കും. പിതാവിനെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ ഇവർക്ക് കുറവായിരിക്കും. പിതാവുമായി അഭിപ്രായ ഭിന്നതയിൽ കഴിയുന്നവരായിരിക്കും അധികവും. മാതൃസൗഭാഗ്യത്തിലും ഇവർ ഭാഗ്യവാന്മാരല്ല. സ്വദേശം വിട്ട് അന്യദേശത്ത് വസിക്കുന്നവരായിരിക്കും അധികം പേരും. ഇവരുടെ ദാമ്പത്യ ജീവിതം തൃപ്തികരമായിരിക്കും. മനസ്സിനിണങ്ങിയതും സ്വഭാവ ഗുണവുമുള്ള ഭാര്യയെ തന്നെയായിരിക്കും ലഭിക്കുന്നത്. സന്താനങ്ങളെ കൊണ്ട് ഇവർക്ക് ഗുണാനുഭവങ്ങൾ വന്നു ഭവിക്കും. ഇവർ ആരോഗ്യകാര്യത്തിൽ അനുഗ്രഹീതരാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യകാര്യങ്ങൾ അത്ര ഗൗരവത്തിലെടുക്കാറില്ല. 48 വയസ്സിന് ശേഷമായിരിക്കും ഇവർക്ക് ജീവിതാഭിവൃദ്ധി ലഭിക്കുന്നത്. അനിഴം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ സ്വഭാവശുദ്ധിയുള്ളവരായിരിക്കും. ആഡംബരപ്രിയരായിരിക്കില്ല ഈ കൂട്ടർ. ഭർതൃഭക്തിയും ഗുരുഭക്തിയും ഉള്ളവരായിരിക്കും. കുലമഹിമ നിലനിർത്തിക്കൊണ്ടും ബന്ധുക്കളുടെ പ്രീതി വരുത്തിക്കൊണ്ടും മാതൃകാപരമായ ജീവിതമായിരിക്കും ഇവർക്ക്. മൂലം, ഉത്രാടം, അവിട്ടം, തിരുവാതിര, പുണർദം ഈ നാളുകാരുമായി അനിഴം നക്ഷത്രക്കാർക്ക് ഒരു ഇടപാടുകളും പാടില്ല. ശനി ദശയിലാണ് ഇവരുടെ ജനനം. തുടർന്ന് ബുധദശ, കേതുദശ, ശുക്രദശ, സൂര്യദശ, ചന്ദ്രദശ ഇങ്ങനെയാണ് ദശാകാലങ്ങൾ കടന്നു പോകുന്നത്. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ കുറച്ചു ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ജനന സമയത്തെ ഗ്രഹസഞ്ചാരമനുസരിച്ച് മാറ്റം വരാം.
ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.